നാവിൻ്റെ രുചി. ഇന്ന് നമ്മൾക്ക് 3 കിലോ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു അടിപൊളി മീനച്ചാറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായി ഒരു ബൗളിൽ ചാളമീൻ നന്നായി വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഏകദേശം 3 കിലോ വരുന്ന ചാളമീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് 2 പീസസായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ചാളമീനും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ 4 to 5 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ എരിവിനനുസരിച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ മീനിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈകൊണ്ട് നന്നായി മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവർക്ക് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ മാക്സിമം കൈയിടാണ്ട് ബൗൾ കൊണ്ടൊന്ന് ചുറ്റിച്ച് മീനിൽ മസാല പുരട്ടിയെടുക്കാൻ നോക്കുക. കാരണം മീനച്ചാറ് നല്ല ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ മാക്സിമം കൈയിടാണ്ട് തയ്യാറാക്കിയ അത്യാവശ്യം നല്ല ലോങ് ലൈഫ് കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മൾ മസാല നന്നായി പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മീനച്ചാറ് തയ്യാറാക്കാൻ സാധാരണ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണേനെക്കാട്ടി എനിക്ക് മീൻ വറുക്കാൻ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നി. അപ്പം ഞാനിവിടെ മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോ ബാച്ച് വൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു ബാച്ച് മീൻ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി നന്നായി ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ മീനച്ചാറിൻ്റെ മെയിൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മീൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. മീൻ വറുത്ത് വരാൻ നല്ല ടൈം എടുക്കും. പക്ഷേ മീൻ നല്ല ക്രിസ്പി ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനച്ചാർ ഉണ്ടാക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മീൻ നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മീനും ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി നമ്മൾ ഓൾറെഡി വറുത്ത് ബാക്കി വന്ന എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 100 ml എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കടുക് ഉലുവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ 100 ഗ്രാം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് കൊടുക്കുമ്പോൾ മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 10 to 15 ചെറുതായി അരിഞ്ഞെടുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മീനച്ചാറിന് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടി ചേർക്കുന്നത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഏകദേശ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തെടുക്കാവുന്നതാണ്.
ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന ചാളമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മസാല പിടിക്കുന്നത് വരെ വഴറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ നന്നായി മീനിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിലിട്ട കാന്താരി മുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ മീനിന് ആവശ്യമായ വിനീഗറും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ ചാളമീൻ അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.